ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും ഇല്ലാത്ത അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ മുസ്ലിം പൊതുസമൂഹമോ അത് പറയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരമൊരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് മതനേതാക്കൾ തന്നെ രംഗത്ത് വന്ന് മറുപടി കൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. കെ സമസ്ത വിഭാഗം ശക്തമായി അതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പി സമസ്ത വിഭാഗവും ശക്തമായി ആ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്തിനധികം മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ, ആ സംഘടനയുടെ നേതാവ്, അദ്ദേഹം മുൻപ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു, അബ്ദുള്ള കോയ മദനി സാഹിബ്. അദ്ദേഹം പണ്ഡിതനാണ്, വളരെ പ്രാമാണികനായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹവും ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റിയിരിക്കുന്നു, അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് മനസ്സിലാകാത്തൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് മനസ്സിലായത് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ സമയത്ത് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടാകാൻ ഇപ്പോൾ എന്താണ് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക? ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പ്രസ്താവനയെ അത് വന്ന അതേ നിമിഷം തന്നെ തള്ളിപ്പറയുമായിരുന്നു. ആര്യാടൻ മുഹമ്മദ് 30-35 വർഷക്കാലം അദ്ദേഹം പൊതുരാഷ്ട്രീയ രംഗത്ത് കത്തിജ്വലിച്ച് നിന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് വിരാജിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അത് ചോദിച്ചിരുന്നുമില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് പിന്തുണച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദിനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹം അതിനെ എതിർക്കുകയും അത് സ്വീകരിക്കാതിരിക്കാൻ ഏറ്റവും അവസാനത്തെ വഴി സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ UDFൻ്റെ സ്ഥാനാർത്ഥി അതിനുള്ള ആർജവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ അംഗബലത്തിൽ വളരെ ശുഷ്കമായിട്ടുള്ള ചെറിയൊരു സംഘടനയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 1000-ഓ 1500-ഓ വോട്ടാണ് അവർക്ക് ഉള്ളത്. അതും മുസ്ലിം ജനസാമാന്യത്തിന് മഹാഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും. അവർ മുന്നണികളെയും പാർട്ടികളെയും ഭീഷണിപ്പെടുത്തി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഉമ്മാക്കി കാട്ടി നിർത്തുന്നത് അവരുടെ പത്രം, മാധ്യമം കാണിച്ചുകൊണ്ടും അവരുടെ ചാനൽ മീഡിയ വൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ്. നിങ്ങൾ ഞങ്ങളോട് സഖ്യത്തിലേർപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സമൂഹമധ്യത്തിൽ താറടിച്ച് കാണിക്കും, ഞങ്ങൾ നിങ്ങളെ ശക്തമായി എതിർക്കും എന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ, മാധ്യമവും മീഡിയ വണ്ണും ഇല്ലായിരുന്നു എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരാളും ഗൗനിക്കുമായിരുന്നില്ല. അത് രണ്ടും കാട്ടി പേടിപ്പിച്ചിട്ടും ഇടതുപക്ഷമോ CPIMമോ ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുകയോ അവരുടെ നിലപാടുകൾക്കനുസൃതമായി അജണ്ടകൾ രൂപപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊന്ന്, ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. മദ്രസ വിദ്യാഭ്യാസത്തിന് സമയം കിട്ടില്ല എന്നൊക്കെയുള്ള സമസ്ത അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്താണ് അഭിപ്രായം? അല്ല, അത് അങ്ങനെ ഒരു അഭിപ്രായം സമസ്ത പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിയോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉചിതമായിട്ടുള്ള പ്രതികരണം സർക്കാരിൽ നിന്ന് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഭരണപക്ഷത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, പ്രതിപക്ഷത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നുള്ളത് തുറന്നു പറയണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനകളെയും വിളിച്ചിരുത്തി സംസാരിച്ചതിന് ശേഷമാകും മുഖ്യമന്ത്രി അക്കാര്യത്തിലൊരു പൊതു തീരുമാനത്തിലേക്ക് കടക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇതത്ര വലിയൊരു പ്രശ്നമായിട്ട് അവർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം 15 മിനിറ്റ് അപ്പുറത്തും 15 മിനിറ്റ് ഇപ്പുറത്തും എന്നുള്ള നിലയിലാണ്. അപ്പോൾ വെറും ഒരു 15 മിനിറ്റിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരു മണിക്കൂറോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ അത് മറ്റുള്ളവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക. ആ നിലക്കാവും അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടാകുക. ഒരുപക്ഷെ മുഖ്യമന്ത്രി
ഈ വിഷയം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അദ്ദേഹം അത്ര കണ്ട് അതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ടാകും എന്നും ഞാൻ കരുതുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇവരുമായിട്ടും സംസാരിച്ച്, മദ്രസ മാനേജ്മെൻറ്റുകളുമായി അല്ലെങ്കിൽ സംഘടനകളുമായിട്ട് സംസാരിച്ച്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിച്ച് നമ്മളുടെ കുട്ടികളുടെ പൊതുഭാവിയെ, വിദ്യാഭ്യാസ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.